ആകാശവാണി ലോക മണ്ണ് ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വായുവും വെള്ളവും എന്ന പോലെ പ്രധാനമായ ഒരു ഘടകമാണ് മണ്ണ്. മണ്ണിനെ ഒഴിവാക്കി പ്രകൃതിയുടെ ജീവവായുവായ ചെടികൾക്കും മരങ്ങൾക്കും നിലനിൽപ്പുണ്ടാകില്ല. മനുഷ്യനും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ഭക്ഷണമൊരുക്കാൻ മണ്ണില്ലാതെ കഴിയില്ലല്ലോ. കർഷകർക്ക് വിളവ് ലഭിക്കണമെങ്കിൽ മണ്ണ് അനിവാര്യമാണ്. ഇത്രയധികം പ്രാധാന്യമുള്ള മണ്ണ് ഇന്ന് നേരിടുന്ന ഭീഷണി വളരെ വലുതാണ്. സ്വന്തം നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ മണ്ണിന് ഭീഷണി ഉയർത്തുന്നത് മനുഷ്യർ തന്നെ എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. മണ്ണിൽ നിന്ന് ആദായം പറ്റുന്നതല്ലാതെ അതിനെ സംരക്ഷിക്കാൻ മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയാണുള്ളത്. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികളുടെ ഈ കാലഘട്ടത്തിൽ ആരോഗ്യമുള്ള മണ്ണിന്റെയും മണ്ണിന്റെ പരിപാലനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള ലോക ഭക്ഷ്യ സംഘടന 2014 മുതലാണ് ലോക മണ്ണ് ദിനം ആചരിച്ചു തുടങ്ങിയത്. 2002 ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് സോയിൽ സയൻസസ് IUSS ആണ് മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര ദിനം ശുപാർശ ചെയ്തത്. തായ്ലൻഡിന്റെ നേതൃത്വത്തിൽ ആഗോള മണ്ണ് പങ്കാളിത്തത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഭക്ഷ്യ കാർഷിക സംഘടന ഇതിനെ പിന്തുണച്ചു. 2013 ജൂണിൽ ചേർന്ന ഭക്ഷ്യ കാർഷിക സംഘടനയുടെ സമ്മേളനം ലോക മണ്ണ് ദിനം ഏകകണ്ഠമായി അംഗീകരിക്കുകയും 68ാമത് UN ജനറൽ അസംബ്ലിയിൽ അത് ഔദ്യോഗികമായി അംഗീകരിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. 2013 ഡിസംബറിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ഈ നിർദ്ദേശത്തെ അംഗീകരിച്ചത്. ഈ സംരംഭത്തിന് ഔദ്യോഗികമായി അനുമതി നൽകിയ തായ്ലൻഡ് രാജാവിനോടുള്ള ആദരസൂചകമായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഡിസംബർ 5 ദിനാചരണത്തിനായി തിരഞ്ഞെടുത്തത്. ചൂഷണം നേരിടുമ്പോഴും മണ്ണുകൊണ്ട് മനുഷ്യന് എപ്പോഴും നേട്ടം മാത്രമാണ് ഉണ്ടാകുന്നത്. കാർഷിക മേഖലയിൽ രാജ്യം വലിയ നേട്ടം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 128ാം പതിപ്പിൽ പരാമർശിച്ചിരുന്നു. കാർഷിക മേഖലയിൽ 357 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യ ഉൽപാദനത്തോടെ രാജ്യം റെക്കോർഡ് സൃഷ്ടിച്ചു. ഭൂമിയെ സംരക്ഷിക്കുന്നതിന് ഭാരതത്തിന്റെ പുരാതന പാരമ്പര്യമായ പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതി കൃഷിക്കായി ദക്ഷിണ ഭാരതത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. दक्षिण भारत में नेचुरल फार्मिंग को लेकर हो रहे प्रयासों को देखकर मैं बहुत प्रभावित हुआ. कितने ही युवा हाईली क्वालिफाइड प्रोफेशनल अब नेचुरल फार्मिंग फील्ड को अपना रहे हैं. नेचुरल फार्मिंग भारत की प्राचीन परंपराओं का हिस्सा रही है और हम सभी का कर्तव्य है कि धरती माँ की रक्षा के लिए इसे निरंतर बढ़ावा दें. ആരോഗ്യമുള്ള നഗരങ്ങൾക്ക് ആരോഗ്യമുള്ള മണ്ണ് എന്നതാണ് ഈ വർഷത്തെ ലോക മണ്ണ് ദിന പ്രമേയം. ലോകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നഗരവൽക്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രമേയത്തിന്റെ പ്രാധാന്യം വലുതാണ്. കൃഷിയിടങ്ങളും ഭൂമിയും കുറഞ്ഞ് ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും ഏറി വരുമ്പോൾ മണ്ണില്ലാത്തതിന്റെ ദൂഷ്യം മനുഷ്യർ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. അതിന്റെ ഫലമാണ് വീടുകളിലും മറ്റും മട്ടുപ്പാവ് കൃഷി പോലുള്ളവ തുടങ്ങാൻ നാം നിർബന്ധിതരാകുന്നത്. ഭക്ഷ്യോൽപാദനം, ജൈവ വൈവിധ്യം പോലുള്ള അനേകം പ്രവർത്തനങ്ങളിൽ മണ്ണ് പ്രധാന പങ്ക് വഹിക്കുന്നു. മലിനീകരണം പോലുള്ള പ്രതിസന്ധികൾ മണ്ണിന്റെ പോഷകം കുറയാൻ കാരണമാകുന്നു. 1 സെന്റിമീറ്റർ കനത്തിൽ പുതുമണ്ണുണ്ടാകാൻ 1000ഓളം വർഷം വേണ്ടിവരും. മണ്ണുള്ള കരയുടെ 28% മരുഭൂമിയും 23% പോഷകമില്ലാത്ത വന്ധ്യഭൂമിയും 22% നേർത്ത മണ്ണും 10% വെള്ളക്കെട്ടും 6% മഞ്ഞുപാളികളാൽ മൂടിക്കിടക്കുന്നതുമാണ്. ശേഷിക്കുന്ന 11% കൃഷിയോഗ്യമായുള്ളൂ. ഈ 11% നിന്ന് മാത്രമാണ് ലോകത്തെ ആകമാനമുള്ള 800 കോടി ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മണ്ണിന്റെ ലഭ്യത കുറയുമ്പോൾ
ഉൽപാദനം കൂട്ടാൻ രാസവളവും കീടനാശിനിയും ഉപയോഗിക്കുന്നു. മണ്ണിന് ആവശ്യമായ വിശ്രമം കൊടുക്കാതെ, മണ്ണിന്റെ ഘടന മനസ്സിലാക്കാതെ അശാസ്ത്രീയമായി കൃഷി ഇറക്കുന്നു. ഇത് കാലക്രമേണ മണ്ണിന്റെ പോഷകഫലം കുറയ്ക്കുകയും ഉപയോഗശൂന്യമാക്കുകയും ചെയ്യുന്നു. മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തിയില്ലെങ്കിൽ അത് ഭാവിയിൽ മനുഷ്യന്റെ നാശത്തിന് വഴിവെക്കും. പ്രകൃതി കൃഷി, ജൈവ കൃഷി എന്നിവ ശാസ്ത്രീയമായി നടപ്പിലാക്കുന്നത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത് മണ്ണിനും മനുഷ്യനും ഒരുപോലെ ഗുണം ചെയ്യുമെന്ന് ജൈവ കർഷകനായ പ്രശാന്ത് കഞ്ഞിക്കുഴി അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രകൃതി കൃഷിയെക്കുറിച്ച് വ്യക്തമായി സംസാരിക്കുകയുണ്ടായി. അത് ഞങ്ങളെപ്പോലെയുള്ള കർഷകർക്ക് ഏറ്റവും നല്ല പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നാണ്. ഈ കാലത്ത് പ്രകൃതി കൃഷിയുടെ പ്രാധാന്യം ഏറ്റവും ഏറി വരുന്ന ഒരു സാഹചര്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ 15 വർഷമായിട്ട് ജൈവ കൃഷി തന്നെ അവലംബിച്ചു പോരുന്നത്. അതിന്റെ നേട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനും ദോഷമില്ല, മനുഷ്യർക്കും ദോഷമില്ല. പ്രകൃതിയുമായിട്ടുള്ള രീതിയിൽ മണ്ണിലുള്ള ജീവാണുക്കളെ വളർത്തിക്കൊണ്ട് മണ്ണിൽ നിന്ന് തന്നെ വളമുണ്ടാക്കുന്ന ഒരു സംവിധാനം. ഇത്രയും കാഴ്ചപ്പാടോടുകൂടി കൃഷിയെയും കർഷകരെയും രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് കർഷകരും കൃഷിയും. അതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നതും എന്നെപ്പോലെയുള്ള കർഷകർക്ക് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവും ഉള്ളൊരു കാര്യമാണ്. ഗുണമേന്മയുള്ള മണ്ണിൽ 45% ധാതു ലവണങ്ങളും 5% ജൈവ വസ്തുക്കളും 25% വായുവും 25% ജലവും ഉണ്ടാകണം. ആരോഗ്യമുള്ള മണ്ണിൽ ഫംഗസുകൾ, ബാക്ടീരിയകൾ, മണ്ണിര, മറ്റ് സൂക്ഷ്മജീവികൾ എന്നിവ വേണം. ആരോഗ്യമുള്ള 1 ഹെക്ടർ മണ്ണിൽ 5 ടൺ വരെ പ്രാണികളും 1/2 ടണ്ണോളം സൂക്ഷ്മജീവികളും 5 ടൺ വരെ മണ്ണിരയും വേണം. അതായത് ആരോഗ്യമുള്ള മണ്ണ് സൂക്ഷ്മജീവികളാൽ സമ്പന്നമായിരിക്കുമെന്ന് സാരം. സസ്യങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഉപകരിക്കാനാണ് മണ്ണിൽ ജലം സംഭരിച്ചു വയ്ക്കുന്നത്. അന്തരീക്ഷത്തിൽ അധികമുള്ള കാർബണിനെ വലിച്ചെടുക്കാൻ മണ്ണിന് സാധിക്കും. സസ്യജാലങ്ങൾ വലിച്ചെടുക്കുന്നതിന്റെ ഏകദേശം 6 ഇരട്ടിയോളം വരും ഇത്. അതായത് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വേണ്ടാത്ത, അവയ്ക്ക് ദോഷമായി ഭവിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ വരെ മണ്ണ് തന്നിലേക്ക് വലിച്ചെടുക്കും. എന്നാൽ ഇത്രയേറെ മനുഷ്യനെ സഹായിക്കുന്ന മണ്ണിന് മനുഷ്യർ തിരിച്ചു നൽകുന്നതോ? മണ്ണിന്റെ അളവ് കുറയ്ക്കുന്നത് മാത്രമല്ല, അത് മലിനമാക്കപ്പെടുന്നുമുണ്ട്. 1000 കോടി ടണ്ണിലേറെ മാലിന്യം പ്രതിവർഷം മണ്ണിൽ വലിച്ചെറിയപ്പെടുന്നു എന്നാണ് കണക്കുകൾ. വൃക്ഷങ്ങൾ വെട്ടിനശിപ്പിക്കുന്നത് മണ്ണൊലിപ്പിന് കാരണമാകുന്നു. ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കുറയ്ക്കുന്നതോടൊപ്പം കാർഷിക വിഭവങ്ങളുടെ ഉൽപാദനത്തിലും ഭൂഗർഭജലത്തിന്റെ അളവിലും കുറവുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ മണ്ണ് സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പരമാവധി വെള്ളം ഭൂമിയിൽ പതിക്കാൻ അനുവദിക്കുക, ജൈവ മാലിന്യങ്ങൾ മണ്ണിൽ അലിഞ്ഞുചേരാൻ സമ്മതിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, ജൈവ കൃഷിക്ക് മുൻഗണന നൽകുക എന്നിവയൊക്കെയാണ് മണ്ണ് സംരക്ഷണത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഇതേക്കുറിച്ച് സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ എന്ന പോലെ നഗരങ്ങളിലും മണ്ണ് നിർവഹിക്കുന്ന പങ്ക് അതീവ നിർണായകമാണ്. ഈ മണ്ണിന്റെ നാശം നഗരങ്ങളിലെ വെള്ളക്കെട്ടും ജലക്ഷാമവും രൂക്ഷമാക്കും. മരങ്ങളും ചെടികളും അവ വേരുറച്ചു നിൽക്കുന്ന മണ്ണും ചേർന്നാണ് നഗരങ്ങളിലെ താപനില ഗണ്യമായി കുറയ്ക്കുന്നത്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതും ജലാശയങ്ങളുടെ മലിനീകരണം തടയുന്നതും മുതൽ നഗരവാസികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ വരെ നഗരത്തിലെ മണ്ണും പച്ചപ്പും സഹായിക്കുന്നു. റോഡ് വികസനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, തീവ്രമായ ജനസാന്ദ്രത, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആഘാതങ്ങൾ ഇവയെല്ലാം കേരളത്തിലെ മണ്ണിനെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. 2018 പ്രളയം ഇത്രയധികം ഗുരുതരമായത് പ്രകൃതിയെ അവഗണിച്ചുള്ള വികസന പ്രവർത്തനങ്ങളുടെ കൂടി ഫലമായിട്ടാണ്. മണ്ണ് സംരക്ഷണ, മണ്ണ് പരിവേഷണ വകുപ്പ് സംസ്ഥാനമൊട്ടാകെ മണ്ണിനെക്കുറിച്ചുള്ള സമഗ്രവും ശാസ്ത്രീയവുമായ പഠനങ്ങൾ നടത്തുകയും വിവിധ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വരുന്നു. നഗര ഗ്രാമ അടിസ്ഥാനത്തിലല്ല, പകരം നീർത്തട അടിസ്ഥാനത്തിലാണ് വകുപ്പ് വിവിധ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. മണ്ണൊലിപ്പ് തടയാനുള്ള പ്രവൃത്തികൾ, മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്ന ജലസംരക്ഷണ മാർഗങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ നഗരമേഖലയിലും വെള്ളപ്പൊക്കവും വരൾച്ചയും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം നഗരങ്ങൾക്ക് വെള്ളം നൽകുന്ന അരുവിക്കര, ശാസ്താംകോട്ട പദ്ധതികളുടെ
ജലസംഭരണികളെ സംരക്ഷിക്കാൻ വൃഷ്ടി പ്രദേശങ്ങളിലെ മണ്ണ് ജല സംരക്ഷണം എന്ന പദ്ധതി വകുപ്പ് നടപ്പാക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ മണ്ണൊലിപ്പും ജലസംഭരണികളിൽ മണ്ണടിയുന്നതും തടയുന്നു. നമ്മുടെ മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് വിശദ മണ്ണ് പരിവേഷണം. നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കേരളമൊട്ടാകെ മണ്ണിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുകയും മണ്ണിന്റെ ഡേറ്റാബേസ് തയ്യാറാക്കുകയുമാണ് ചെയ്യുന്നത്. കാർഷിക രംഗത്തെ ആസൂത്രണം, നയരൂപീകരണം, ടൗൺ പ്ലാനിംഗ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നീ മേഖലകൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഡേറ്റാബേസ്. അതുപോലെ നഗരങ്ങളിൽ കൃഷി ചെയ്യുന്നവർക്ക് ആവശ്യാനുസരണം മണ്ണ് പരിശോധന നടത്തി സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അമിത വളപ്രയോഗം ഒഴിവാക്കുന്നതിലൂടെ നഗരത്തിലെ മണ്ണിന്റെ ആരോഗ്യവും അതിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യവും ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്നു. സ്മാർട്ട് സിറ്റീസിനെ കുറിച്ചാണല്ലോ നമ്മൾ ഇന്ന് കൂടുതലും കേൾക്കുന്നത്. സ്മാർട്ട് സിറ്റി എന്നാൽ ഹെൽത്തി സിറ്റി കൂടിയായിരിക്കണം. ആരോഗ്യമുള്ള നഗരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം ആരോഗ്യമുള്ള മണ്ണ് തന്നെയാണ്. സർക്കാർ പദ്ധതികൾ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ബാക്കി ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുറ്റങ്ങളിൽ കോൺക്രീറ്റും ടൈലും ഇടുന്നതിന് പകരം പരമാവധി പച്ചപ്പും തുറസായ മണ്ണും നിലനിർത്തുക. മാലിന്യം ശരിയായി വർഗീകരിച്ച് ജൈവമാലിന്യം കമ്പോസ്റ്റ് ചെയ്യുക. പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ, വേസ്റ്റുകൾ എന്നിവ മണ്ണിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. നിലവിലുള്ള പാർക്കുകളും പച്ചത്തുരുത്തുകളും സംരക്ഷിക്കുകയും സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും വൃക്ഷത്തൈകൾ നടുകയും വേണം. നഗരകൃഷി, റൂഫ് ടോപ്പ് ഗാർഡനിംഗ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് തുടങ്ങിയവ കഴിയുന്ന ഇടങ്ങളിലെല്ലാം ചെയ്യുക. കാർഷിക പ്രവർത്തനങ്ങൾ, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, വനനശീകരണം, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ മണ്ണിന് വെല്ലുവിളി ഉയർത്തുന്നത് വർദ്ധിച്ചുവരികയാണ്. മണ്ണൊലിപ്പ് തടയുന്നതിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിനും ആരോഗ്യകരമായ മണ്ണിന്റെ ആവാസ വ്യവസ്ഥ ഉറപ്പാക്കുന്നതിനും നിരവധി മാർഗങ്ങൾ അവലംബിക്കാവുന്നതുമാണ്. പുല്ലുകളും സസ്യങ്ങളും മറ്റും വെച്ചുപിടിപ്പിച്ച് ഒരു പരിധിവരെ മണ്ണൊലിപ്പ് നമുക്ക് തടയാനാകും. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ നന്നായി പിടിച്ചു നിർത്തുന്നതിനാൽ വൻമരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതും അഭികാമ്യമാണ്. ജൈവാംശമുള്ള മണ്ണിന്റെ മണ്ണൊലിപ്പിന്റെ സാധ്യത വളരെ കുറവാണ്. കുന്നിൻ ചെരുവുകളിൽ തട്ടുതട്ടായി കൃഷി ചെയ്യുന്നത് മണ്ണൊലിപ്പിനെ പ്രതിരോധിക്കാനുള്ള ഉചിതമായ മാർഗമാണ്. വയലുകളും നീർത്തടങ്ങളും നിലനിർത്തുന്നത് ഉചിതമായിരിക്കും. കോണ്ടൂർ കൃഷി, സമ്മിശ്ര കൃഷി, ഇടവരി കൃഷി, കാർഷിക വനവത്കരണം തുടങ്ങിയവ വലിയ തോതിൽ മണ്ണ് സംരക്ഷണത്തിന് താങ്ങാവുന്നു. ചെക്ക് ഡാമുകൾ, സംരക്ഷണ ഭിത്തികൾ എന്നിവയും ഒരു പരിധിവരെ മണ്ണിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. മണ്ണ് നശിച്ചാൽ സസ്യങ്ങൾ നശിക്കും. ഭൂമിയുടെ സന്തുലിതാവസ്ഥ താളം തെറ്റും. അത് മറ്റ് ജന്തുജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കും. ഭക്ഷ്യസുരക്ഷ, ജലസംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി എല്ലാത്തിനും മണ്ണിന്റെ ആരോഗ്യം നിർണായകമാണ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുകയും സുസ്ഥിരത ഉറപ്പാക്കാനും മണ്ണ് അത്യന്താപേക്ഷിതമാണ്. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിലൂടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതുവഴി ദാരിദ്ര്യം കുറയ്ക്കാനും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കാനും സഹായിക്കുന്നു. സാമൂഹിക സുരക്ഷയ്ക്കും വികസിത രാഷ്ട്രത്തിനും അടിസ്ഥാനമാണ് പ്രകൃതിയിലെ ഓരോ വിഭവവും, പ്രത്യേകിച്ച് മണ്ണ് എന്ന ഘടകം. അതുകൊണ്ട് തന്നെ മണ്ണ് സംരക്ഷിക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ലോക മണ്ണ് ദിനവുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം സോഫിയ ഡാനിയൽ.